വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSNLൻ്റെ പുതിയ പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിത് 2-3 ദിവസം മുമ്പ് ഞാൻ 599 പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ഇന്ന് കാലത്ത് അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിട്ട് ആദ്യം വോയിസ് ചേഞ്ച് ആയി, പിന്നെ ഇന്ന് കാലത്തായി ഇപ്പോൾ ഫുൾ ചേഞ്ച് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ 599 ഫൈബർ ബേസിക് പ്ലസ് പ്ലാൻ ആയിട്ടുണ്ട്. പക്ഷേ 22-ാം തീയതിയാണ് ആയത്. നോർമലി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞു മന്തിൻ്റെ അടുത്ത മന്ത് ഫസ്റ്റ് മന്തൊക്കെയാണ് ആവാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ വേഗം ആയിട്ടുണ്ട്. ഇപ്പോൾ 22-ാം തീയതി ആയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റ യൂസേജ് ഒക്കെ റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു സൈറ്റിലായിട്ട്. നമുക്ക് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയത് വന്നവർ അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കാത്തവരൊക്കെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നതാണ്. അപ്പോൾ വേഗം ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ ക്രോം തുറക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചേഞ്ച് ആയതൊന്ന് കാണിക്കണമല്ലോ. അപ്പോൾ നമുക്ക് BSNL സെൽഫ് കെയർ അടിക്കാം. BSNL പോർട്ടലാണ്. സേവ് ചെയ്ത് വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പക്ഷേ ഞാനൊന്ന് നമ്മുടെ വിൻഡോസ് ഒന്ന് അപ്ഡേറ്റ് ആയിപ്പോൾ ഫുൾ പോയി. ഇപ്പോൾ ഇതിപ്പോൾ ആദ്യം റീസെറ്റ് ആവും. ഇതാണ് കുഴപ്പം. നമ്മൾ ഈ പാസ്വേഡ് എപ്പോഴും തിരിച്ചടിക്കും. ഇതാക്കി കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. ഫസ്റ്റ് തന്നെ ഫിയറിൻ്റെ പേജാണിത്. ഇതിൽ രണ്ടായിട്ട് കാണിക്കുമല്ലോ, നമ്മുടെ ഫൈബറും വോയിസ് കാണിക്കും. അപ്പം ഞാൻ ആദ്യം വോയിസിൻ്റെ പ്ലാൻ കാണിച്ചു തരാം. ജിയോ പ്ലാൻ ഇപ്പോൾ വന്നിട്ടുണ്ട് സൈഡിലായിട്ട്. അവിടെ ഫൈബർ ബേസിക് പ്ലസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഈ സംഭവം നമ്മുടെ വോയിസ് ആദ്യം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി. ഇതിപ്പോൾ ഇന്ന് കാലത്തായതാണ്. ഫൈബറിൻ്റെ സ്ഥലത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ വരണമുണ്ട് ഫൈബർ ബേസിക് പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒന്ന് പുറത്തേക്ക് കിടക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് 599 പ്ലാനെ കുറിച്ച് അറിയാത്തവരെന്ന് വെച്ചാൽ അത് ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയ പുതിയൊരു പ്ലാനാണ്. അപ്പോൾ ഇത് മന്ത്ലി 3300 GB അതേപോലെ എന്താ പറയുക സ്പീഡ് എന്ന് പറയുന്നത് 60 MB/s ആണ്. അത് FEP കഴിഞ്ഞാൽ തന്നെ പിന്നെ 2 MB/s ആയിരിക്കും. അപ്പോൾ ഇത് FEP കഴിയാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ 3300 GB ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റിലേക്ക് കിടക്കാൻ ഡയറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓക്ലേ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 599 പ്ലാനിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. ഇത് 3300 GB പ്ലാനാണ്. മന്ത്ലി 3300 GB 60 MB/s പ്ലാനാണ്. പിന്നെ ഈ 3300 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 MB/s ആവും. നോർമലി മിക്ക ആൾക്കാർക്കൊന്നും ആവശ്യം വരില്ല. എന്താ വെച്ചാൽ 3300 കഴിഞ്ഞ് എത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ എനിക്ക് എന്തായാലും ആവശ്യമില്ല എന്ന് ഉറപ്പാണ്. എന്താ വെച്ചാൽ എൻ്റെ മുമ്പ് ആദ്യം 500 GB ആയിരുന്നു മന്ത്ലി. അത് തന്നെ കഴിയാറില്ല. ഇതിപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു വിഷയമല്ല കഴിയണത്. അപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാം ഇപ്പം 50 കിട്ടണേ. അപ്പോൾ കുറച്ച് പിങ് കൂടി. ഇപ്പോൾ ഞാൻ നമ്മുടെ വിൻഡോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയില്ല. കുറച്ച് മുമ്പ് അത്യാവശ്യം ഒരു 60ൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ അപ്ലോഡും 50 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. 60 ആയി. നിങ്ങൾക്ക് കുറച്ച് വിൻഡോസ് കുറച്ച് സ്റ്റക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നുവെച്ചാൽ അപ്ലോഡിങ് അവിടെ നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റും അതേപോലെ ഇൻസ്റ്റാളിങ് നടക്കേണ്ടതാണ്. കുറച്ച് സ്ലോ കാണിക്കുന്നത്. നമുക്ക് ഒരു നമ്മുടെ ഗൂഗിളിലും കൂടി നോക്കി നോക്കാം.
ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് BSNL ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പീഡ് കയറും. ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ 100ൻ്റെ മുകളിൽ കയറി. ഇതിപ്പോൾ ഇതിന് മുമ്പ് തന്നെ 100 MB/s പ്ലാനായിരുന്നു. അതിൽ 100 എടുക്കുമ്പോൾ തന്നെ ഒരു 150 കാണിക്കും. എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെയാണ് ഇതിപ്പോൾ ഡൗൺലോഡ് 64. ഇത് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് നേരത്തെ കിട്ടാറുള്ളത് 64 കിട്ടിയാൽ 67 ഒക്കെ കിട്ടാറുണ്ട്. ഇതിൽ അപ്ലോഡിങ് കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെ ഡൗൺലോഡ് കുറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. വിൻഡോസ് അപ്ഡേറ്റ് കാരണമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ട് അതിൽ നല്ലൊരു ഡൗൺലോഡ് സ്പീഡ് തന്നെയാണ്. പിന്നെ ഒരു നല്ലൊരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ BSNL എടുക്കുമ്പോൾ സമയത്തൊക്കെ കുറച്ച് നല്ല റേറ്റ് കൊടുത്താണ്. ഇപ്പോൾ ഒരു കുറച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അൺലിമിറ്റഡ് പ്ലാനും 3300 GB പ്ലാനൊക്കെ വരുന്നുണ്ട്. ഇത് ഇപ്പോൾ 599 പ്ലാനാണ്. ഇതിപ്പോൾ ടോട്ടൽ വരിക 712 രൂപയാണ് പ്ലസ് GST വരുന്നത്. അപ്പോൾ ടോട്ടൽ ബില്ല് വരുന്നത് 712 രൂപയാണ്. അപ്പോൾ ഒരു 700 രൂപയ്ക്ക് ഒരു നല്ല പ്ലാൻ തന്നെയാണ്. ഇപ്പോൾ GST കൂടി കൂട്ടിയിട്ടുള്ള പ്ലാൻ എന്ന് വെച്ചാൽ 700 രൂപയ്ക്ക് ഒരു നല്ല പ്ലാൻ തന്നെയാണ്. 3300 GB അതുപോലെ 60 MB/s എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 50ൻ്റെ മുകളിൽ സ്പീഡ് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഹിറ്റാവുന്നുണ്ട്. വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്ലാനിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ കുറേ പേര് മാറിയിട്ടുണ്ട്, കുറേ പേര് സംശയം വെച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്ലാൻ നല്ല ഹിറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 449 പ്ലാനും ഇവർ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അവർ പുതിയ എടുക്കുന്നവർക്ക് മാത്രമാണ് എന്തുള്ളൂ. പക്ഷേ അത് ഫുള്ള് എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ 599 പ്ലാനിലാവും. അപ്പോൾ അതിനർത്ഥം 599 പ്ലാൻ ഇപ്പം ഇനി ലോങ് ടൈം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു വെപ്പ്. 449 പ്ലാന് 6 മാസത്തേക്കാണ് വന്നിരിക്കുന്നത്. 599 പ്ലാൻ എന്തായാലും ലോങ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിക്സ് ആയിരിക്കുന്നത്. അപ്പോൾ മാറ്റമുള്ളവർ വേഗം മാറ്റിക്കോളാം. എന്ന് വെച്ചാൽ നല്ലൊരു പ്ലാനാണ്. അപ്പോൾ റേറ്റും കുറവാണ്, നല്ല സ്പീഡും ഉണ്ട്. നമ്മുടെ ഡാറ്റ ഉണ്ട്, നല്ല ഡാറ്റയും 3300 GB ഡാറ്റയും ഉണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അവനാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കൊന്നും മറക്കണ്ട. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ റിവ്യൂ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്പീഡ് മാറിയോ അങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം നമ്മുടെ ഇത് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.